ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കപ്പെട്ട രോഗി മതിയായ ചികിത്സാ സൗകര്യം ലഭിച്ചില്ല എന്ന് പരാതിപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മടങ്ങി. കൊല്ലം സ്വദേശി രാമചന്ദ്രൻ പിള്ളയാണ് ചികിത്സയ്ക്കായി നാട്ടിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് തിരികെ പോയത്. നേരത്തെ മജ്ജ മാറ്റിവെച്ചിട്ടുള്ളതിനാൽ അണുബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നറിയിച്ചിട്ടും മറ്റൊരു രോഗിയെ കൂടി കട്ടിലിൽ കിടത്തിയെന്ന് രാമചന്ദ്രൻ പരാതിപ്പെടുന്നു. അറ്റാക്കിനെ തുടർന്ന് കൊല്ലം കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രാമചന്ദ്രൻ പിള്ളയെ ഇന്ന് പുലർച്ചെ 8 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പക്ഷേ ഇതുവരെ മതിയായ ഒരു ചികിത്സ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രി വിട്ട തിരികെ ഹോളി ക്രോസ് ആശുപത്രിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കുടുംബം. കഴിഞ്ഞ ദിവസം ഏകദേശം കൊല്ലത്തുനിന്ന് സമാന രീതിയിൽ ഒരു സംഭവം ഉണ്ടായി. ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇതുവരെയും അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേട്ടാ, അറ്റാക്കിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് എത്തിയത്. എന്താണ് നിങ്ങൾക്ക് ഇവിടെ നിന്നുണ്ടായ അനുഭവം? ഇവിടെ കാലത്ത് വന്നിട്ട് ഒരു മരുന്ന് പോലും തന്നിട്ടില്ല, ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല. കുറേ ബ്ലഡ് ടെസ്റ്റ് മാത്രം ചെയ്തിട്ട് ഞങ്ങളെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് 2 പേരെ ചേർത്ത് ഒരു ബെഡിൽ കിടത്തിയത്. എനിക്ക് 2-3 ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവർ കേട്ടിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവരെ ഒന്ന് മാറ്റി കിടത്താൻ പറഞ്ഞിട്ട് പോലും അവർ തന്നെ നിങ്ങൾക്ക് ഇതേ പറ്റത്തുള്ളൂ, ഇതാ ഇവിടുത്തെ സൗകര്യം, ഈ രീതിയിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. കിടത്താനുള്ള കാരണം നിങ്ങൾക്ക് അറ്റാക്ക് മാത്രമല്ല മജ്ജ മാറ്റി വെച്ചതിൻ്റെ പ്രശ്നങ്ങൾ കൂടെ ഉണ്ടല്ലോ, ഇമ്മ്യൂണിറ്റി പ്രശ്നമുണ്ട്. അതാണ് ഞാൻ മാസ്ക് ഉപയോഗിക്കുന്നത് സ്ഥിരമായിട്ട്. പക്ഷെ അവർ പറഞ്ഞ് ഇങ്ങനെ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കിടന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ എഴുതി വെച്ചിട്ട് പോകാൻ. എന്ത് അസുഖത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്? ഹാർട്ട് അറ്റാക്ക് വന്ന് അങ്ങനെ കൊട്ടിയത്ത് ഒരുപാട് കാശാവുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ വന്നതാണ്. ഇവിടെ ആകുമ്പം കാർഡിൻ്റെ ചികിത്സയുണ്ട്, അങ്ങനെ വന്നതാണ്. അന്നേരം അവർ ഇങ്ങനെ ആകുമ്പം പിന്നെ വേറെ ഇൻഫെക്ഷനൊക്കെ ആയാൽ പിന്നെ പുള്ളിക്കാരന് അത് പ്രതിരോധശേഷി ഇല്ലല്ലോ. അന്നേരം പിന്നെ അത് താങ്ങാനുള്ള ഒരു ഇത് കിട്ടത്തില്ല. അന്നേരം ഇതിൻ്റെ അടുത്ത് ഇത്ര ദൂരെ നിന്നേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. മാസ്ക് വെച്ചുകൊണ്ട് വേണം സംസാരിക്കേണ്ടതിനൊക്കെ കൊട്ടിയത്തുനിന്നേ പറഞ്ഞതാണ്. ഇവിടെ വന്നപ്പോൾ അത് ഞങ്ങൾ നോക്കിയപ്പോൾ അത് പറ്റുന്നില്ല. കാരണം ഇതിന് ഇരട്ടി വേറെ അസുഖങ്ങളൊക്കെ ആയിപ്പോയാൽ ഞങ്ങൾക്ക് ജീവൻ വരെ നഷ്ടപ്പെടും എന്ന് വെച്ചുകൊണ്ട് ഞാൻ കുട്ടിയത്ത് തിരിച്ച് വീണ്ടും കുട്ടിയത്തോട്ട് കൊണ്ടുപോകും. മതിയായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് കൊല്ലം പത്മന സ്വദേശി വേണുവിന് മരണം സംഭവിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ്. വലിയ രീതിയിലുള്ള പരാതിയാണ് അന്ന് ഉയരുകയും ചെയ്തത്. പക്ഷേ ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് മതിയായ ചികിത്സ ഇപ്പോഴും ലഭിക്കുന്നില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. വിജു VS-നൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.